മഞ്ചാടിയുടെ കാഴ്ചപ്പാടില് അവളെ അവളുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ നമ്മളും കൂട്ടുന്ന പോലെയല്ലേ തോന്നു ചേട്ടാ? ചിലപ്പോ അതായിരിക്കും രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത്. അപ്പോ അവര് വരികയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണല്ലോ? അതെ, അവരുടെ കല്യാണം പോലും നടത്തി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ ജീവൻ പോലും ഒന്നിങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ചിലപ്പോ മഞ്ചാടിയുടെ വീട്ടുകാര് വീണ്ടും അവരുടെ കല്യാണം മുടക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണും. മഞ്ചാടിക്ക് എന്തായാലും അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളപ്പോ അവര് ഇവിടെ വന്ന് നിന്നാ അതൊരു ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് കരുതിയാവും ചിലപ്പോ അവരിങ്ങോട്ട് വരാഞ്ഞത്. എന്തായാലും മഞ്ചാടി ഇപ്പോ എന്റെ വീട്ടിൽ സുരക്ഷിതയാ. ജീവൻ തുരുത്തിലായതുകൊണ്ട് അവന്റെ കാര്യത്തിലും പേടിക്കാനൊന്നുമില്ല. ഇനി അച്ഛനും അമ്മയ്ക്കും അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ഞാൻ അവരോട് സംസാരിക്കാം. സ്വന്തം മകന്റെ കല്യാണം കാണാൻ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമില്ലാതിരിക്കോ? ഞങ്ങൾക്ക് അവനല്ലേ ഉള്ളൂ. വേണ്ട രജനി, ഇപ്പോഴും അവരുടെ കല്യാണം നടന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മളും കൂടി അങ്ങോട്ട് പോകണ്ട. ചിലപ്പോൾ അതിന്റെ പേരിലാവും ഇനി ആ കല്യാണം മുടങ്ങുന്നത്. അത് വേണ്ട. അവർ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് ഇവിടെ അവരെ സ്വീകരിക്കാം. എന്താ? ശരി, നിങ്ങളുടെ ഇഷ്ടം. എങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞ് അവരിവിടേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാനും എന്തിനും ചെയ്തോളാം. നിങ്ങളിവിടെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മാത്രം നടത്തിയാൽ മതി. ആയിക്കോട്ടെ. ശരിയെന്നാ, നിങ്ങളുടെ മകനും മരുമോളും വരുമ്പോ അവരോടൊപ്പം ഞാനും വരാൻ നോക്കാം. നോക്കിയാ പോരാ, വരണം. അവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് ഒരു സന്തോഷല്ലേ? അപ്പോ നാളെ കാണാം. ആ സ്ത്രീ ഒരുമിട്ട് ഇറങ്ങിയിരിക്കാങ്കള്. നമ്മൾ ഇത്രയും നാൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ. ഗോളടിക്കാൻ പോകുന്നത് സുശീലാന്റിയാ. ഇപ്പോഴും നമ്മളൊരു കോംപ്രമൈസിന് തയ്യാറായ ആന്റി നമ്മുടെ കൂടെ നിൽക്കും. മഞ്ചാടിയുടെയും ജീവൻ രാജന്റെയും കല്യാണം നടക്കില്ലെന്ന് മാത്രമല്ല, രണ്ടാളെയും തമ്മിൽ അവരകറ്റി തരികയും ചെയ്യും. അവരെങ്ങനെ പലതും പറയുമനെ. അനുപമ ഷോപ്പ് ഇന്ദ്രന്റെ പേരിൽ എഴുതി കൊടുക്കും വരെ ആ സ്ത്രീ നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷേ അണ്ണനോടും അനുപമയോടുള്ള അവരുടെ ആവശ്യമുള്ള ശത്രുത ആ സ്ത്രീയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരകറ്റിയ മഞ്ചാടിയും ജീവനെയും അവർ തന്നെ ഒരുമിപ്പിക്കുകയും ചെയ്യും. അതാണ് സുശീല. മഞ്ചാടിയും ജീവനും അതിന് നിന്ന് കൊടുക്കും അങ്കിള്. നാളെ കല്യാണം മുടങ്ങിയ അവർ സുശീലാന്റിയെ പിന്നെ വിശ്വസിക്കോ? ആ, നാളെ അവർ കല്യാണം മുടക്കുന്നത് രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിലോ? തൽക്കാലം ആരും അറിയാതെ അവരെ ആ സ്ത്രീ സംരക്ഷിച്ചാലും പോലെ. നമ്മൾ സജീവമായി ഇടപെടുന്നുണ്ടെന്ന് തോന്നിയ സുശീലാന്റി അങ്ങനെ ചെയ്യുമെന്ന്. നമ്മളെയൊക്കെ മറികടന്ന് അവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ ആ സ്ത്രീക്ക് ഇനിയും പലതും ചെയ്യാൻ കഴിയുമെന്നെ. കാരണം അവർക്ക് ലോകത്തിലൊന്നിനെ പേടിയില്ല. ഒന്നും നഷ്ടപ്പെടാനുമില്ല, നാണവുമില്ല. നമുക്കിപ്പോ അവരെ പോലെ അങ്ങനെ ആവാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരുടെ അത്രയും തരം താഴാൻ ആരെ കൊണ്ടും പറ്റില്ല. അത് മാത്രമല്ല, കല്യാണം മുടക്കാൻ വേണ്ടി ഷോപ്പ് ഇന്ദ്രന് വിട്ടുകൊടുക്കണമെന്ന് എനിക്ക് അനുപമയോട് ഒട്ടും പറയാൻ പറ്റില്ല. അപ്പോ നാളെ ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ലല്ലേ അങ്കിള്? ആ ചെക്കനെ പിടിച്ച് പോലീസ് ലഭിച്ചു കൊടുത്തോടുകൂടി നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ആയി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു കടുത്ത കയ്യാവും. അത് വേണ്ട. ആ പിള്ളേര് വല്ല കടുങ്കയും കാണിച്ച നമ്മൾ സമാധാനം പറയേണ്ടിയും വരും. അതൊരു തീരെ ദുഃഖമായിട്ട് മാറുകയും ചെയ്യും. അവസാനമായിട്ട് അനുചേച്ചിയോട് നമുക്കൊന്ന് സംസാരിച്ചാലോ വിനയ? മഞ്ചാടി ജീവൻരാജന്റെ കൂടെ പോയ അവളുടെ ജന്മം തൊലയും. അതിലും വലുതല്ലല്ലോ അനുചേച്ചിയുടെ ആ ഷോപ്പ്. അതിന്
നമ്മൾ സംസാരിക്കേണ്ട ശബരി. ഞാൻ വിവരങ്ങളൊക്കെ രാവിലെ തന്നെ രഘുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് വന്നിട്ട് അനുഭവം ഒന്ന് കാണട്ടെ. അവർ കാണട്ടെ, നോക്കാം. അവൾക്ക് വേണ്ടി ഒരു അവസാന ശ്രമം കൂടി നടത്തണ്ടേ അനു? അതിനുവേണ്ടിയാ ഞങ്ങൾ അച്ഛൻ പോലും അറിയാതെ ഓടി വന്നത്. അനു, മഞ്ചാടി എങ്ങനെയെങ്കിലും നേരിക്കണ്ടേ ഒന്ന് സംസാരിക്കാൻ പറ്റോ? നമുക്ക് അവിടെ കാല് പിടിക്കാം. അമ്മാവനെ ഓർത്ത് തിരിച്ചു വരണമെന്ന് പറയാം. അച്ഛൻ എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക അനു. അവളുടെ കഴുത്തിൽ താലി വീണെന്നറിയുമ്പോ ആ മനസ്സ് കൈവിട്ടു പോവും. എടി, തൽക്കാലം മഞ്ചാടി ആ ബന്ധത്തിൽ നിന്നൊന്ന് വിട്ടു നിന്നാ മതി. പിന്നീട് നമുക്ക് തന്നെ അച്ഛനെ കൊണ്ടത് സമ്മതിപ്പിച്ചെടുക്കാൻ നോക്കാം. ഇല്ല ചേച്ചി, അതൊന്നും ഇനി നടക്കില്ല. മഞ്ചാടിയെ നേരി കാണാനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഇവിടെ വരെ വന്നത് വെറുതെ ആയി. അതെന്താനു അവളെ കാണാൻ പറ്റില്ലേ? കണ്ടിട്ട് കാര്യമില്ല രഘുവേട്ടാ. ഞാനും സത്യനും കൂടി അവളെ ചെന്ന് കണ്ട് ഇതൊക്കെ സംസാരിച്ചതാ. എന്നിട്ട് അവൾ എന്താ പറഞ്ഞേ? നമ്മളെ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നിന്റെയും ജീവൻ രാജിന്റെയും കല്യാണം ഞങ്ങൾ നടത്തി തരാന്ന് ഉറപ്പ് കിട്ടിയ നീ തിരിച്ചു വരാൻ തയ്യാറാണോ? ഉറപ്പില്ലൊന്നും എനിക്ക് വിശ്വാസമില്ല ചേച്ചി. സുശീലാന്റെ തീരുമാനിക്കുന്ന കല്യാണം നിങ്ങളും കൂടി ഒപ്പം നിന്ന് നടത്തി തരുവാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാ. അതല്ലാതെ വേറൊരു ഒത്തുതീർപ്പിനും ആരും ഇനി ശ്രമിക്കണ്ട. നമ്മളെക്കാളും ഒക്കെ വലുത് അവൾക്കിപ്പോ ജീവൻ രാജ്യത്തുള്ള കല്യാണം. അത് നടക്കാതെ മഞ്ചാടി നമ്മളെ വിശ്വസിച്ച് വരാൻ പോകുന്നില്ല ചേച്ചി. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവൾ എന്തിനാ വരുന്നേ? അവൾ എങ്ങോട്ടാന്ന് വെച്ചാ പോട്ടെ. അപ്പോ നമുക്കിനി ഒന്നും ചെയ്യാനില്ലെന്നാണോ അനു? ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ രഘുവേട്ട. ജീവൻ രാജും മഞ്ചാടിയുമായിട്ടുള്ള ബന്ധം അംഗീകരിച്ച് അവരുടെ കല്യാണം നമ്മൾ നടത്തി കൊടുക്കുക. അങ്ങനെയാവുമ്പോ മഞ്ചാടിയെ മുന്നിൽ വെച്ച് മുതലെടുക്കാനുള്ള ഇന്ദ്രേട്ടന്റെ അമ്മയുടെ ശ്രമം നമുക്ക് പൊളിക്കാം. പക്ഷേ അച്ഛനതിന് സമ്മതിക്കണം. വായിച്ചി